ഇതിന് 25,000 രൂപയാണോ വില? അതെ, ഇത് സ്പെഷ്യൽ സിൽക്ക് കോട്ടൺ സാരിയാ. നീ എനിക്ക് ഒരു 500 രൂപയുടെ സാരി വാങ്ങി തന്നാ പോലും എനിക്കത് സ്പെഷ്യലാ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്റെ അമ്മയ്ക്ക് ഞാൻ എപ്പോഴും ബെസ്റ്റായ സാധനങ്ങളെ വാങ്ങിക്കൊടുക്കൂ. ആ, ഞാനൊന്ന് വെച്ചു നോക്കട്ടെ. ആ, ആഹാ, നല്ല ഐശ്വര്യമുണ്ട്. താങ്ക് യു സോ മച്ച്. ഇതിന് പകരം ഞാൻ എന്താ ചെയ്യണ്ടേന്ന് എനിക്കറിയില്ല. അത് ഞാൻ പറയാം. മാഡം, എന്നൊന്ന് അനുഗ്രഹിച്ചാൽ മതി. അയ്യോ, ഇവരെന്താ ഈ ചെയ്യുന്നത്? ഇവനെ ഇന്ന് ഞാൻ ആന്റി, നോ. 100 വർഷം സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും കഴിയാനുള്ള എല്ലാ ഐശ്വര്യങ്ങളും നിനക്കുണ്ടാവും. ഇതൊന്ന് കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റുന്നില്ല. ആന്റി, ഇതൊരു പബ്ലിക് പ്ലേസാ. ഇവിടെ വെച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാ അതിന്റെ ചീത്തപ്പേര് നമ്മുടെ കുടുംബത്തിന് തന്നെയാ. എന്ന് കരുതി അവൻ ആ പെണ്ണിന്റെ കാലിൽ വീഴുന്നത് ഞാൻ കണ്ടോണ്ട് നിൽക്കണം? ഇവിടെ വെച്ചൊന്ന് ചെയ്യണ്ടെന്നാ ഞാൻ പറഞ്ഞത്. വീട്ടിലെത്തിയിട്ട് കൈലാഷിനോട് സംസാരിച്ചോളൂ. ആ മാഡം, നമുക്കൊരു സെൽഫി എടുത്താലോ? അവന്റെ ഒരു സെൽഫി? ആന്റി, നോ, വേണ്ട, പ്ലീസ് പ്ലീസ് കം. വാ അമ്മേ. മാഡം, ചേച്ചി. എന്താണോ ഇവിടെ കാത്തു നിൽക്കുന്നത്? പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ പറയേയില്ല. സീതേ, എന്തു പറ്റി? എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത്? കൈലാഷ്, ഏയ് സീതേ, വെറുതെ ഒരു വഴക്കിന് പോകണ്ട. നിങ്ങൾ ഇതിൽ ഇടപെടണ്ട. നീ എവിടെ പോയിട്ടാ വരുന്നേ? ഞാനൊരു ഡ്രൈവിന് പോയതാ. വെറുതെ നുണ പറയണ്ട, എനിക്കെല്ലാം അറിയാം. എല്ലാം അറിയാമെങ്കിൽ പിന്നെ എന്തിനാ ചോദിച്ചത്? നീ എന്തൊക്കെയാടായി ചെയ്യുന്നേ? ഏതോ ഒരു സ്ത്രീക്ക് സാരി വാങ്ങിക്കൊടുത്ത് അവരുടെ കാലിൽ വീണ അനുഗ്രഹം വാങ്ങാൻ നിനക്കൊരു മടിയുമില്ലേ? പക്ഷേ എന്നെ അച്ഛനെയും ബഹുമാനിക്കാൻ നിനക്ക് പറ്റില്ല അല്ലേ? എന്റെ പുറകെ ചാരപ്പണി ചെയ്തുകൊണ്ട് നടക്കുന്ന നിർത്തി ആവശ്യമുള്ളത് ചെയ്യും. അപ്പൊ ഞാൻ ബഹുമാനിക്കാം. കൈലാഷ്, നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് മമ്മിയോട് മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന്. ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് 24 മണിക്കൂർ അന്വേഷിച്ച് നടക്കുന്ന മമ്മിയെ ഡാഡിക്കൊന്ന് ഉപദേശിച്ചൂടെ? നീയേ ഞാൻ പറയുന്നത് കേട്ട് നല്ല ആളുകളുടെ കൂടെയാണ് നടക്കുന്നെങ്കിൽ എനിക്ക് നിന്നെ ഫോളോ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇത്രയും കാലം ആ വേലക്കാരിയുടെ പുറകെ ഒരു ഭ്രാന്തനെ പോലെ നടന്നു. അവളുടെ ആവശ്യം കഴിഞ്ഞപ്പോ അവള് തൂക്കിയെടുത്ത് വലിച്ചെറിഞ്ഞു പോയി. ഇപ്പൊ പാർവതിയെ കല്യാണം കഴിക്കാൻ വേണ്ടി ആ വാർഡന്റെ പുറകെ നടക്കുക. അവളെ നിന്നെ നന്നായിട്ട് ഉപയോഗിക്കുക. നിന്റെ മുഖത്ത് നോക്കി ചിരിക്കുന്നവരെല്ലാം നല്ല മനുഷ്യരാണെന്ന് നീ കരുതരുത്. അവൾ എന്തായാലും നിന്നെ പറ്റിക്കും. മതി. ഭൂമിക മാഡത്തിനെ കുറിച്ച് ഇനി ഒരു അക്ഷരം പറഞ്ഞു പോരുത്. മാഡം ചോദിച്ചിട്ടല്ല ഞാൻ അവർക്ക് സാരി വാങ്ങിച്ചു കൊടുത്തത്.
എനിക്ക് അങ്ങനെ ചെയ്യണമെന്ന് ഉള്ളിൽ നിന്ന് തോന്നിയതുകൊണ്ട് തന്നെയാ ചെയ്തത്. എന്തിന്? അവള് നിനക്ക് ബ്രോക്കർ പണി ചെയ്യുന്നതിന് മഹത്വൽക്കരിക്കാനാണോ? സീതേ, ഒരു മകനോട് സംസാരിക്കേണ്ട കാര്യങ്ങളല്ല നീ ഇപ്പൊ പറയുന്നത്. ഒരു മകൻ ചെയ്യേണ്ട കാര്യങ്ങളാണോ ഇവൻ ചെയ്യുന്നത്? ഇത്രയും നല്ലൊരു കുടുംബത്തിൽ ജനിച്ചിട്ട് വെറും ഒരു ഹോസ്റ്റൽ വാർഡന്റെ കാലി വീണ അനുഗ്രഹം വാങ്ങാൻ പോയത് എന്തിനാണ് ഇവൻ? ഇവൻ ഇങ്ങനെ ഓരോന്ന് ചെയ്താലേ ഞാൻ എന്തായാലും ചോദ്യം ചെയ്യും. ഭൂമിക മാഡം, എനിക്ക് മറ്റൊരമ്മയെ പോലെ മതിയോ? കൈലാഷ്, നീ എന്തൊക്കെയാ പറയുന്നേ? മതി, ഇനി സംസാരിക്കണ്ട. നീ നിന്റെ റൂമിലേക്ക് പോ. നിക്ക്. അതെ, ഇത്തവണയും പ്രശ്നം അങ്ങനെ പരിഹരിക്കാന്ന് വിചാരിക്കണ്ട. സംസാരിക്കാനുള്ളത് സംസാരിച്ചിട്ട് പോയാ മതി. ഭൂമിക നിനക്ക് അമ്മയെ പോലെ ആണെങ്കിൽ പിന്നെ ഞാൻ ആരാടാ? സീതേ, നിങ്ങൾ മിണ്ടി പോവരുത്. നീ പറ, ഞാൻ നിനക്ക് ആരാ? വേണ്ട, അത് ഞാൻ പറഞ്ഞ മമ്മി ഒരുപാട് വിഷമിക്കും. ഹോ, ഇതിലും കൂടുതല് ഇനി എന്താടാ വിഷമിക്കേണ്ടത്? സാരമില്ല, നീ എന്താന്ന് വെച്ചാ പറ. കൈലാഷ്, നീ എങ്കിലും ഞാൻ പറയുന്നത് കേൾക്ക്. മിണ്ടാതെ റൂമിലേക്ക് പോ. മിണ്ടാതിരുന്നിട്ട് ഒരു കാര്യമില്ല ഡാഡി. ഭൂമിക മാഡം എന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി എന്നെ സഹായിക്കാൻ ശ്രമിക്കുന്ന ഒരു നല്ല അമ്മയാ. പക്ഷേ നിങ്ങള് കൈലാഷ്, വേണ്ട. സ്റ്റാറ്റസിനെ പറ്റി മാത്രം ചിന്തിച്ച് എന്റെ സന്തോഷത്തിനും സമാധാനത്തിനും ഒരു വിലയും കൊടുക്കാത്തൊരു മമ്മിയാ. ഇത്രയും വർഷം നിന്നെ വളർത്തി വലുതാക്കിയെന്ന് ഞാൻ ഇത് തന്നെ കേൾക്കണോടാ. ഇന്നലെ വന്നൊരുത്തി നിന്റെ താളത്തിനൊത്ത് തുള്ളാൻ തുടങ്ങിയപ്പോ നിനക്ക് ഞാൻ ചെയ്യുന്നതെല്ലാം തെറ്റായിട്ട് തോന്നിയല്ലേ? പാർവതിയെ നിനക്ക് കല്യാണം കഴിച്ചു തരാന്ന് അവള് പറഞ്ഞപ്പോഴേക്കും അവള് നിനക്ക് എന്നേക്കാൾ വലുതായി അല്ലേ? അവള് നിന്റെ കാശിന് വേണ്ടി മാത്രം നിന്റെ ജീവിതത്തിലേക്ക് കയറി വന്നത്. ഞാൻ കാശെറിഞ്ഞു കൊടുത്ത് നിന്റെ മുന്നിൽ പോലും വന്നു പോകരുതെന്ന് പറഞ്ഞ അവള് നിന്നെ തിരിഞ്ഞു പോലും നോക്കാതെ പോവും. കാശും സമൂഹത്തിലുള്ള സ്റ്റാറ്റസിനെ കുറിച്ച് മാത്രം ചിന്തിച്ച് നടക്കുന്നതേ അവരല്ല, മമ്മിയാ. രണ്ടുപേരും ഒന്ന് മതിയാക്കുന്നുണ്ടോ? ഇത്രയും നല്ല അമ്മയെ കിട്ടിയെങ്കിലേ പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? അവളുടെ കൂടെ തന്നെ പോയി ജീവിക്കേ. പൊക്കോടാ. ദേ, ഇനി എന്റെ വീട്ടില് നീ ഒരു നിമിഷം പോലും നിൽക്കരുത്. സീതേ, എന്തിനാ നിർത്തിയത്? അടിക്ക്. ഇവന് എന്നെക്കാ വലുത് അവളാണെങ്കി അവളുടെ കൂടെ തന്നെ പൊക്കോട്ടെ.